ഹായ്, ഞാൻ ഇന്ന് കാണിക്കുന്ന ഈ സസ്യത്തിൻ്റെ പേരാണ് കേശവർദ്ധിനി. നമ്മുടെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് ഈ കേശവർദ്ധിനി എന്നുള്ളത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെൻട്രാത്തറം പങ്ക്ടാറ്റം എന്നാണ്. ഇതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. ബ്രസീലിയൻ ബട്ടൺ ഫ്ലവർ എന്നൊരു പേരുണ്ട്. ലാർക്ക് ഡെയ്സി എന്നൊരു പേരും ഇതിനുണ്ട്. ലാർക്ക് ഡെയ്സി എന്ന് വിളിക്കാൻ കാരണം ഇതൊരു ഡെയ്സി വർഗ്ഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് നമ്മുടെ കേശവർദ്ധിനി എന്ന് പറയുന്ന ഈ സസ്യം. അതായത് നമ്മുടെ ഈ കേശവർദ്ധിനി എന്ന് പറയുമ്പോൾ ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ്. മുടിക്ക് വേണ്ടി എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യം കൂടിയാണ് നമ്മുടെ ഈ ലാർക്ക് ഡെയ്സി എന്ന് പറയുന്ന ഈ സസ്യം. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ഇപ്പോൾ എല്ലാ നാടുകളിലും മിക്ക സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട്, കാണാറുണ്ട്. ഇതൊരു ബ്രസീലിയൻ സസ്യമാണ്. അപ്പോൾ ഇതിനൊരു ചെറിയ സ്മെല്ലാണുള്ളത്, വളരെ ചെറിയ സ്മെല്ലാണ് ഈ ലാർക്ക് ഡെയ്സിക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇലകൾ. അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ വിത്ത്. അപ്പോൾ ഇത് ഉണങ്ങിയ വിത്താണ്. ഈ പൂ ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ വിത്തുകൾ ഉണ്ടാവുകയും ആ വിത്തുകൾ ഇങ്ങനെ കൊഴിഞ്ഞ് വീണിട്ട് പുതിയ പുതിയ സസ്യങ്ങൾ കിളിർക്കുകയും ചെയ്യും. അതാണ് ഈ ലാർക്ക് ഡെയ്സി എന്ന് പറയുന്ന ഈ സസ്യത്തിൻ്റേത്. അപ്പോൾ ഇത് വളരെ ചെറിയ ഒരു സ്മെല്ലാണെങ്കിലും വളരെ ആകർഷണമായ സ്മെല്ലാണ് നമ്മുടെ ലാർക്ക് ഡെയ്സിക്കുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് ലാർക്ക് ഡെയ്സി. ഇത് നമ്മുടെ കേശവർദ്ധിനിയായി എണ്ണ കാച്ചാനും നരകൾക്ക് മുടി വളരാനും വേണ്ടിയും എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് കേശവർദ്ധിനി എന്ന് പറയുന്ന ലാർക്ക് ഡെയ്സി എന്ന് പറയുന്ന ഈ സസ്യം. കാല നര താരൻ എന്നിവയ്ക്കൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമായിട്ടാണ് ഇതിനെ, എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്ന സസ്യമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. കൂടാതെ വ്രണങ്ങൾക്ക് വേണ്ടിയും ഇതിൻ്റെ ഇലകൾ ഉപയോഗിക്കുന്നുവെന്ന് ഒരു ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേശവർദ്ധിനി.